ഇസ്രായേൽ ലെബൻ സീസ് ഫയർ നിങ്ങൾ വായിച്ചു കാണും. ഏകദേശം 60 ദിവസത്തേക്കാണ് സീസ് ഫയർ. അതിൻ്റെ കണ്ടീഷൻ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ എന്ത് പറഞ്ഞു ആ രീതിയിലാണ് അമേരിക്ക ബ്രോക്കർ ചെയ്ത ഡീലുണ്ടായത്. മനസ്സിലാക്കുക, ഖത്തറിനെ പൂർണ്ണമായിട്ടും പിന്മാറി നേരിട്ടുള്ള ഡീലിലായി. പക്ഷേ വെസ്റ്റ് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും ഇഷ്യൂ ഭയങ്കരമായിട്ട് കത്തുകയാണ്. സിറിയയുമായിട്ടാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. എന്താണ് സിറിയയുടെ ഇഷ്യൂ? നിങ്ങൾക്കറിയാം, സിറിയയുമായിട്ട് എടുത്തു നോക്കുവാണെങ്കിൽ ഇന്നത്തെ ആ ജിയോ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടാൻ സാധിക്കും. പല ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും അവർ തമ്മിൽ തല്ലുന്നൊരു ചരിത്രമാണ് സിറിയയാണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്താണ് ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചത്? നിങ്ങൾക്കറിയാം, 2016 മുതൽ അവിടെ ഭരിക്കുന്ന ഡിക്റ്റേറ്ററായ അൽ ബഷർ ആസാദ്, അദ്ദേഹം ഒരു ബേസിക്കലി ഷിയയുടെ ഒരു സെൻറ്ററായിട്ടുള്ള മറ്റൊരു ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇറാനായിരുന്നു. പിന്നീട് അവിടെ സിവിൽ വാർ ഉണ്ടാകുന്നു. വളരെ രൂക്ഷമായ സിവിൽ വാറാണ് പിന്നീട് അവിടെ ഉണ്ടാകുന്നത്. അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് സിറിയ കത്തിച്ചാമ്പലാകുന്ന രീതിയായി. പക്ഷേ ഇപ്പോഴും 60% കൺട്രോൾ ഉള്ളത് സിറിയൻ ഡിക്റ്റേറ്ററായ ആസാദിൻ്റെ കയ്യിലാണ്. അപ്പം അദ്ദേഹത്തിന് അവിടെ രക്ഷപ്പെടാം, കാരണം അവിടുത്തെ ആർമി എല്ലാം ചിഹ്ന ഭിന്നമായിപ്പോയി. അതിന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ആശ്രയിച്ചത് ഇറാനും ഹിസ്ബുള്ളയുമായിട്ടുള്ള കരാറായിരുന്നു. എന്താണ് ഹിസ്ബുള്ള ഇറാനുമായിട്ടുള്ള ഡീറ്റെയിൽസ്? കാരണം ഹിസ്ബുള്ളയാണെങ്കിലും ഇറാൻ സപ്പോർട്ട് ചെയ്ത പ്രോക്സി അതൊരു ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അവരാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അവിടെ സെക്യൂരിറ്റി ആണെങ്കിലും പേഴ്സണലാണെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നിട്ട് അവിടെയുള്ള രക്തരൂക്ഷിതമായ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹിസ്ബുള്ളക്കാരും ഈ സിറിയയിലെ ആസാദിൻ്റെ പട്ടാളം ചേർന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം സുന്നി വിഭാഗക്കാരെയാണ് കൊലപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് സിറിയയിൽ നിന്ന് ലോകമെമ്പാടും പലായനം നടന്നു. ഇതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അറേബ്യൻ രാജ്യത്ത് യൂറോപ്പിലോട്ടും മറ്റുള്ള രാജ്യത്തിലോട്ടും റെഫ്യൂജി ആയിട്ടുള്ള പലായനം. അപ്പോഴൊക്കെ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് റഷ്യയായിരുന്നു. കാരണം റഷ്യയുടെ ഭരണാധികാരിയെ പുടിനും ആസാദുമായിട്ടുള്ള ബന്ധം, റഷ്യക്ക് ഇവിടെ ബേസ് ഉണ്ടായിരുന്നു, 3-4 ബേസ്. കാരണം ഒരു കാരണവശാലും സുന്നി വിഭാഗക്കാരെ ISISO ആസാദിനെ അറ്റാക്ക് ചെയ്യരുത്. ഇത് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ ബിറ്റ്വീൻ. പിന്നെ റഷ്യയിൽ ഇഷ്യൂ ഉണ്ടായി, യുക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന റഷ്യൻ ബേസ് അവർ പൂർണ്ണമായിട്ടും പിൻവലിച്ചു. കാരണം റഷ്യക്ക് പട്ടാളക്കാരില്ല. ഇപ്പോഴുണ്ടായ സ്ഥിതിയുണ്ട്, ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് സിറിയയിലുണ്ടായിരുന്ന ഹിസ്ബുള്ളക്കാരെയും ഇസ്രായേൽ പോയി ബോംബിട്ടു. അത് ക്രൂഷ്യലായിട്ട് അവരുടെ എല്ലാ ഭാഗങ്ങളും, അവരുടെ എവിടെയൊക്കെയാണ് സ്ട്രെങ്ത്, മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ്റെ ക്യാമ്പുകൾ, വെപ്പൺസ്, വെയർഹൗസ് ഇവർ കൊണ്ട് ബോംബ് ചെയ്തു. ഈ ബോംബ് അപ്പം എങ്ങനെയാണിത് ഉപയോഗിച്ചിരുന്ന റൂട്ട് മനസ്സിലാക്കുക. ചില സന്ദർഭങ്ങളിൽ നേരിട്ട് ലെബനനിൽ വെപ്പൺസ് കൊടുക്കുന്നതിന് പകരം ഇറാൻ ചെയ്തിരുന്നത് സിറിയയിൽ വന്നിട്ട് അവിടുന്ന് നേരെ ലെബനൻ ഭാഗത്തോട്ട് വെപ്പൺസ് കൊടുത്തിരുന്നു. കാരണം സിറിയയിലുള്ള മിലിറ്റൻ്റ് ഗ്രൂപ്പിനും ഇറാൻ വെപ്പൺ കൊടുത്തിരുന്നു. ഇനി ഇവരെയുള്ള അടി മനസ്സിലാക്കുക. അതാണ് തമാശ എന്ന് പറയുന്നത്. സിറിയയിലുള്ള ആസാദ് ഗവൺമെൻറ്റിനെയും ആ ഭരണകക്ഷിയും ഡിക്റ്റേറ്ററിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് അവിടെ ഉർദുഗോനാണ്. അപ്പോൾ ഉർദുഗോനാണ് സപ്പോർട്ട് ചെയ്തത് അൽ താഹർ എന്ന് പറഞ്ഞ ഒരു മിലിറ്റൻ്റ് ഗ്രൂപ്പ്. അത് സുന്നി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ സുന്നി ഗ്രൂപ്പ് നേരത്തെ ISISുമായിട്ടും ഒസാമ ബിൻ ലാഡനുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. കാരണം ഈ 2 സുന്നി വേർഷനാണ് ഇതെല്ലാം പറയുന്നത്. പിന്നീട് ISIS നശിച്ചതോടുകൂടി ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ്. പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആസാദിനെ പുറത്താക്കുക. കാരണം ക്രൂരതയാണ് ആസാദ് അവിടെ കാണിച്ചു കൂട്ടിയത്. സിറിയയിൽ ഈ പറയുന്ന സുന്നി വിഭാഗത്തിനെതിരെയും പിന്നീട് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ, പിന്നീട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട്, നിങ്ങൾക്കറിയാം അന്ത്യോക്യ എന്നൊക്കെ പറയുന്ന സ്ഥലം, അതൊക്കെ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഓർത്തഡോക്സായിട്ടൊക്കെ ബന്ധപ്പെട്ട പല സംഭവങ്ങളും, പല ബിബ്ലിക്കൽ സിറ്റി സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇപ്പോൾ ഉണ്ടായ ഏറ്റവും ലേറ്റസ്റ്റ്, കാരണം ഹിസ്ബുള്ളയുടെ വെടി തീർന്നു, സുന്നി ഗ്രൂപ്പുകൾ സ്ട്രെങ്തൻഡായി, അവർ ട്രെയിൻഡായിട്ട് അവരുടെ ഏറ്റവും വലിയ 2ാമത്തെ സിറ്റിയായ അലിപ്പോ അവർ കയറിപ്പിടിച്ചു. ഡമാസ്കസിലെത്താൻ പോകുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അലിപ്പോവിൻ്റെ ഏകദേശം 60-70%
ഈ റിബൽ ഗ്രൂപ്പ് അൽ താഹർ ഗ്രൂപ്പ് അവർക്കാരാ സപ്പോർട്ട് ചെയ്യുന്നത്? ടർക്കി. ആരാ വെപ്പൺ കൊടുക്കുന്നത്? ടർക്കി. അവരത് കയറി പിടിച്ചു. കാരണം ഇറാൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല സിറിയ. കാരണം ഇറാൻ്റെ കയ്യിലും തീർന്നു പോയി. കാരണം ഹിസ്ബുള്ള ഇല്ലാതായിപ്പോയി. കാരണം അവിടെ മുഴുവനും ബോംബ് ചെയ്ത് കളഞ്ഞു. ഇതാണ് പറയുന്നത് ജിയോ പൊളിറ്റിക്സിലുണ്ടായ മാറ്റം. ഇവിടെ ആര് തമ്മിലാണ് അടിക്കുന്നത്? ഷിയ സുന്നി അടി. റഷ്യ എല്ലാവരും പറയുന്നുണ്ട് റഷ്യ അത് ചെയ്യും ഇത് ചെയ്യും. റഷ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എത്ര പേരായി 2 ദിവസമായിട്ടുള്ള ഇവരുമുള്ള വാറിൽ, അതായത് അൽ താഹർ ഗ്രൂപ്പും അസാദിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള വാറിൽ കൊല്ലപ്പെടുന്നത് ഏകദേശം 250 പേര്. ആ സിറ്റിയിൽ നിന്ന് ആൾക്കാർ പലായനം ചെയ്യുകയാണ്. ഇതാണ് പറയുന്നത് ഈ ഹമാസിൻ്റെ ഒക്ടോബർ 7 കൊണ്ട് എന്താണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ പൊളിറ്റിക്സിലും ഉണ്ടായ മാറ്റം. അത് ഞാൻ ആദ്യമേ നിങ്ങളെ സൂചിപ്പിച്ചിരുന്നു. ഒക്ടോബർ 7 ഈ ഹമാസ് അറ്റാക്ക് ചെയ്യുമ്പോൾ മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ മുഴുവനും പൊളിറ്റിക്സ് മാറും. ലെബനൻ്റെ കാര്യം നിങ്ങൾ കണ്ടു. ആ രാജ്യത്തിൻ്റെ തെക്കൻ ലെബനൻ അവരുടെ കയ്യിൽ നിന്നും പോയി. അവിടെ പല ബെയ്റൂട്ടിൻ്റെ സദേൺ പാർട്ടും നോർത്തേൺ പാർട്ടും ഇൻറ്റീരിയർ പാർട്ടി വരെ അവിടുത്തെ ഗവൺമെൻറ് അവിടെ പാവ ഗവൺമെൻറ്റാണ്, ഒരു കെയർ ടേക്കർ ഗവൺമെൻറ്റാണ്. പക്ഷേ അവിടെ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മുഴുവൻ സ്വാധീനവും പോയി. ഇറാൻ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാണ് ഈ പറയുന്നത്. കാരണം മണ്ടത്തരം കാണിച്ച് അവസാനം ലെബനൻ കയ്യിൽ നിന്ന് പോയി, അവസാനം സിറിയ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ സിറിയയിലോട്ട് അടുക്കാൻ, ഈ ഡമാസ്കസിന് അടുക്കാൻ ഏകദേശം 100-150 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതായത് സിറിയ എന്ന് പറഞ്ഞ രാജ്യം അവിടുത്തെ ഷിയ ഭരണകക്ഷിയാണെങ്കിലും അസാദിൻ്റെ ഭരണകൂടം വളരെ നിങ്ങൾ അസാദ് എന്തൊക്കെയാണ് കഴിഞ്ഞ 2016 മുതൽ ഈ ചെയ്തുകൊണ്ടിരുന്നത്, അതിക്രൂരമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിനകത്ത് അമേരിക്ക ഒന്നും ഇടപെട്ടിട്ടൊന്നുമില്ല. പക്ഷെ കർഡിഷായിട്ടുള്ള ഗ്രൂപ്പുകളെ അമേരിക്ക സപ്പോർട്ട് ചെയ്യും. കാരണം സിറിയയിൽ കർഡിഷായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഉർദുഗോൻ്റെ പ്രശ്നം? കാരണം ഈ കർഡിഷുകാർ ഈ സിറിയയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഇവിടെ അടിയുണ്ടാക്കുന്നത്. എവിടെ? ടർക്കിയിൽ. അവിടെ അതിൻ്റെ പേരിൽ അതിനെ ആരാണ് കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്? കർഡിഷുകാരെ, ഈ സിറിയ. ഇതാണ് ഈ പറയുന്നത്. ഈ കമ്മോഡിറ്റി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാനം അവർ തമ്മിൽ അടിച്ചങ്ങ് പിരിയുകയാണ്. സിറിയയുടെ കാര്യം കൂടിപ്പോയി കഴിഞ്ഞാൽ 10-20 ദിവസം കഴിയുമ്പോൾ എവിടെയാണ് അസാദ് എന്ന് പോലും ഇന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ല. സിറിയ ഒരു സമയത്ത് ഏറ്റവും നല്ല അറേബ്യൻ രാജ്യങ്ങളൊന്നായിരുന്നു. എല്ലാ കാര്യങ്ങളും മാൻ പവർ ആണെങ്കിലും. പിന്നീട് രാജ്യം കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോയി. 60% മാത്രമേ അയാളുടെ കൺട്രോളുള്ളൂ. ബാക്കി 40% ആരാ ഭരിക്കുക, എന്താ ഭരിക്കുന്ന അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സമയമുണ്ട്. ISIS ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സ്ഥലമായിരുന്നു സിറിയ ഒരു സമയത്ത്. അവിടെ ബോംബ് ചെയ്ത് തകർത്തത് മുഴുവൻ US മറ്റുള്ള രാജ്യങ്ങളും കൂടാണ്. കാരണം ഇതങ്ങ് കത്തിപ്പടരുന്ന രീതിയിൽ അങ്ങായി മാറിയ ഒരു സമയത്ത് ആ ഭാഗത്ത്. പിന്നീട് അതിനെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി നാറ്റോ ഫോഴ്സും അമേരിക്കയോടെ ബോംബ് ചെയ്യുന്നു. അവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനമാണ് ഹിസ്ബുള്ള കയറി ഇടപെടുന്ന ഇസ്രായേലുമായിട്ട്. അവസാനം അതിൻ്റെ പാർട്ടായിട്ട് ഇസ്രായേൽ ബോംബിങ്ങിൽ ലെബനനിലുള്ള ഹിസ്ബുള്ളയെ മാത്രമല്ല തകർത്തത്, കൂടെ സിറിയയിലുള്ള ഹിസ്ബുള്ളയും തകർത്തു. അതാണ് ഞാൻ പറയുന്നത്. ഒക്ടോബർ 7 ശേഷം മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ ഇതിൻ്റെ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും മാറി. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ സമയത്തൊക്കെ GCC രാജ്യങ്ങളുമായിട്ട് അസാദിന് യാതൊരു, കാരണം അസാദിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിരുന്നു. കഴിഞ്ഞിടയ്ക്ക് സൗദി വെച്ച് നടന്ന ആ സമ്മേളനത്തിന് വേണ്ടി മാത്രമാണ് അസാദിനെ വിളിപ്പിച്ചത്. കാരണം ആ ബന്ധം ഇപ്പോഴും തുടരുന്നില്ല നല്ല നില. കാരണം അസാദ് എന്ന് പറയുന്ന ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പിനെയും ഷിയ സപ്പോർട്ട് ചെയ്യുന്നയാളാണ്. മറ്റുള്ള സുന്നി രാജ്യങ്ങൾ ഇതിനെ എതിർക്കുന്നയാള്. ഇതാണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മിഡിൽ ഈസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ചെറിയ രീതിയിലല്ല കാണേണ്ടത്. ആ രാജ്യങ്ങൾ നശിക്കുന്നത് അവരെ കൊണ്ട് തന്നെയാണ്. ഇതാണ് ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് നിങ്ങൾ കാണിച്ചിരുന്നത് എന്താണ് സിറിയയുടെ വരാനുള്ള ഭാവി. കാരണം അടുത്തത് നശിക്കാൻ പോകുന്ന ഒരു രാജ്യമായിട്ട് സിറിയ മാറി.